നല്ല മഴ പെയ്യുന്നുണ്ട്, മഴ തൂളുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്ന് പോവാണ്. നമുക്ക് ഒരു കോടി എടുത്തോളൂ. കൊറേ കാലായി ഞങ്ങള് വിചാരിക്കണു മറ്റേ കൈകുട്ടികളി കാണണം. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത്ര കാലമായിട്ട് നമ്മള് അടുത്ത് കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് കൈകുട്ടികളിയില്, പക്ഷെ ഇന്നട്ടും കൂടിയും കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് കാണാൻ പോവാം. ഗായത്രീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ നമുക്ക് പോവാതെ ഞങ്ങളെല്ലാരും കൂടെ ഈ മഴയത്താണ് കാണാൻ പോണേ. ഇത്ര വലിയ തിരക്ക് നോക്ക്, കൊറേ ആൾക്കാർ വരുന്നുണ്ടാ, അതും ഈ മഴയത്ത്. അതെ, ശരിക്കും നല്ല കോരിച്ചെരിയണ മഴയായിരുന്നു കേട്ടോ. നല്ല ഇടിവെട്ടം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ട സെറ്റപ്പും അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പന്തലൊക്കെ ഇട്ട് നല്ലോണം ആക്കിയിട്ടുണ്ട്. പക്ഷെ ചെളിപിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും മഴ കൊള്ളാണ്ട് നിന്ന് കാണാൻ പറ്റും. കുറേ ടീമുകളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മെക്സിക്കൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറേ ടീമുകളുടെ കൈകുട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. കുറേ പരിപാടികളുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് എന്താണെന്നൊന്നും എനിക്കറിയില്ല. വൈകുന്നേരം ഇപ്പോൾ വന്ദന വന്ന് പറഞ്ഞു, ഇതേ നമ്മുടെ അവിടെ കൈകുട്ടിക്കളി നടക്കുന്നുണ്ട്, നമുക്ക് പോയി കണ്ടാലോ എന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നേരെ പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഇത് കാണണമെന്ന് കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൈകുട്ടിക്കളിയിലുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നേക്കണു. അപ്പോൾ പിന്നെ എങ്ങനെ പോകാണ്ടിരിക്കും? പിന്നെ പെരുമഴ ആയതുകൊണ്ട് പരിപാടി നടക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞങ്ങൾ അവിടെ ചെന്നെങ്കിലും അവിടെ ഇഷ്ടം പോലെ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലാഗിലാണ്ട് പരിപാടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വേറെ ടീമുകൾ വന്ന് പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൈകുട്ടിക്കളിയിൽ ഫേമസ് നമ്മുടെ നക്ഷത്ര എന്ന് പറയുന്ന ഒരു വീരനാട്യൻ ടീമും പിന്നെ അതിലൊരു ജാനകി എന്ന് പറയുന്ന ചേച്ചിയാണെന്നൊക്കെ വന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പോൾ ആ ജാനകി ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ചേച്ചി ക്യാമറയ്ക്ക് വേണ്ടിയാണ് കളിക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ആ ക്യാമറയിലൊക്കെ നോക്കി കുറച്ച് കളി കഴിഞ്ഞിട്ട് പിന്നെ ആളവിടെ പോയിരുന്നു. ബാക്കിയുള്ളത് ഈ പിള്ളേരാണ് കളിച്ചിരുന്നത്. കുറേ ആൾക്കാരുണ്ടായ കാരണം കാണാനൊരു നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് കളിച്ച ടീമായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ കൊച്ചുകുട്ടിയൊക്കെ എത്ര എനർജറ്റിക് ആയിട്ട് അരമണിക്കൂറൊക്കെ നിന്ന് കളിക്കണ അടിപൊളിയായിരുന്നു കേട്ടോ. ടീമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ കാണണമെന്ന് വിചാരിച്ച കളി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട് വീട്ടിലെത്തിയില്ല.